തസ്മൈ നമഃ കർമ്മണേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന കർമ്മത്തെ ഞാൻ നമസ്കരിക്കണു. ആരെയാണോ താൻ നമസ്കരിക്കാണ്ടായത്? കൊമ്പമീശ വേറൊരു നമസ്കാരം. എടോ താൻ ആരെയാ നമസ്കരിക്കാൻ പോണത്? അയാള് കേമായിട്ടുള്ള നമസ്കരിക്കാനുള്ള പുറപ്പാട്. ആ നമസ്കാരം അവിടെ പോയി തുടങ്ങി. നോക്കൂ. ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. വേറെ നമസ്കാരക്കാരൻ അവന്റെ കയ്യിലുള്ള ഒരു പ്രയോഗം. ഇങ്ങനെ നമസ്കാരം പല വിധത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ നമസ്കരിക്കണത് ആദ്യമായിട്ട് ഞാൻ കേൾക്കാം. എടോ എന്തിനാണോ താൻ നമസ്കരിക്കണത്? കർമ്മത്തെ. ആരായാലും വേണ്ടിയില്ല, ആദ്യം നമസ്കരിക്കേണ്ടത് എന്തിനാ? കർമ്മത്തെ. കർമ്മം ചെയ്യാണ്ട് യാതൊന്നും സാധ്യല്ല. കേട്ടോളൂ കേട്ടോ. എന്തോ പറയുന്നുണ്ട്, എന്തോ കേൾക്കുന്നുണ്ട്. എങ്ങനെയായ പോരാ, ഉത്സാഹിക്കണം താൻ. കർമ്മം ചെയ്യാണ്ട് യാതൊന്നും സാധ്യല്ല. എടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടോ കേമാവുക? ഞാൻ പല തരത്തിലുള്ള ആളുകളെയും നമസ്കരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണ്ടാറ് ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ ആളാണെന്നാ തോന്നുന്നത്. അതാ ഈ കാലം നീട്ടി ഇങ്ങനെ ഇരിക്കണതേ. ഒരു അനന്തശയനന്റെ ഛായയുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തെ കണ്ടത് ശിവന്റെ ആളാന്നാ തോന്നണത്. ഇദ്ദേഹത്തിന് ശൈവം മാത്രമേ പറയാനുള്ളൂ. ശിവന്റെ ആളുകളുണ്ട്, വിഷ്ണുവിന്റെ ആളുകളുണ്ട്, സുബ്രഹ്മണ്യന്റെ ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ ഭദ്രകാളി. രൂപം തന്നെ അങ്ങനെയാ, ഭദ്രകാളിയുടെ ഒരു ഛായ. ഇങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ ആരെയാ നമസ്കരിക്കേണ്ടായത്? താൻ. ഞാൻ കർമ്മത്തെയാണ് നമസ്കരിക്കണത്. എടോ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഇത്ര ക്ഷേമായിട്ടുള്ള ഒരു സംഗതിയാണോ? ഞാൻ ആദ്യമായിട്ടാ കേൾക്കണത് കർമ്മത്തെ. ഇങ്ങനെയുണ്ടോ ഒരു സാധനം? ഓ താൻ തന്നെ ഒരു കുന്തായിട്ട് അവിടെ നിൽക്കണത്. ചിലപ്പോഴേ ഒരാൾ ഇപ്പൊ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാത്? കർമ്മം. എന്നാ താന്ന് വഴി മാറി കൊടുക്കുക. മാറിന്നോളൂ. എടോ കർമ്മം ചിലപ്പോ വരും. ഇനി വേറെ ആളുകൾ പറയണ കേട്ടിട്ടുണ്ട്. എടോ ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തിനാടോ? ഒരാളിപ്പോ വരും. ആരാത്? കർമ്മം. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ട്. കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യണ ക്രിയയാണ് കർമ്മം കർമ്മം എന്ന് പറയണത് അല്ലേ? ഇതൊക്കെ കർമ്മം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്ന ആളുകളല്ലേ? ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യമൊക്കെ സുഖ എന്താ? ഓരോരുത്തർക്കും ഓരോ തരത്തിലാ സന്തോഷം ഉണ്ടാവുക. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ ധാരാളം യാഗങ്ങൾ നടന്നാലാണ് ദേവന്മാർക്ക് സന്തോഷമാവുക അല്ലേ? ഇനി നല്ലോണം ഭക്ഷണം കിട്ടിയാൽ ആർക്കാ സന്തോഷം ഉണ്ടാവുക? ബ്രാഹ്മണർക്ക് സന്തോഷം. എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കിട്ടിയാലാണ് സന്തോഷമാവുക. അതുകൊണ്ടാണ് തിരുവട്ടി ഇങ്ങനെ കൂടിയേക്കണത്. ഇനി അത് മാത്രല്ല, വൈദ്യന്മാർക്ക് എപ്പോഴാ സന്തോഷം ഉണ്ടാവും? രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലേ? എത്ര ആശിക്കണമില്ല രോഗികൾ വരാൻ വേണ്ടിയിട്ടാ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാ സന്തോഷം ഉണ്ടാവുക. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹം കർമ്മം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് കർമ്മം. എടോ ഇത്രയ്ക്കൊക്കെ വൈഭവം ഉണ്ടോ? ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെക്കാളൊക്കെ കേമനാണോ തന്റെ കർമ്മം എന്നാണെങ്കിൽ അവര് പോലും ഏത് ഈശ്വരനായാലും വേണ്ടിയില്ല, ഈശ്വരന്മാരെ കർത്താവ് എന്നാണല്ലോ പറയുക. ഏത് കർത്താവായാലും വേണ്ടിയില്ല, കർമ്മത്തിന് അധീനനാണ് ഇല്ലേ? ആദ്യം ഒന്ന് താൻ ആലോചിച്ച് നോക്കുക. ബ്രഹ്മാവ് കർമ്മത്തിന് അധീനനാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താ? സൃഷ്ടി. എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അദ്ദേഹം കർമ്മത്തിന് അധീനനായി. പിന്നെ ആരാ? മഹാവിഷ്ണു. വിഷ്ണുവും കർമ്മത്തിന് അധീനനാണ്. അതെന്താ? അദ്ദേഹം അവതാരങ്ങൾ ഓരോന്നും വേണേ. ഈ അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ജനിക്കുക, മരിക്കുക, മരിക്കുക, ജനിക്കുക. തന്നെയാണ് ആ വിദ്വാന്റെ പ്രവൃത്തി. എന്താ? ജനിക്കുക, മരിക്കുക, മരിക്കുക, ജനിക്കുക, ജനിക്കുക, മരിക്കുക. അങ്ങനെ മത്സ്യമായിട്ടും കൂർമായിട്ടും വരാഹായിട്ടും നരസിംഹായിട്ടും തുടങ്ങിയിട്ടുള്ള പല രീതിയിലും അദ്ദേഹത്തിന് അവതാരം എടുക്കേണ്ടി വന്നു. ഇനി ഇവരുടെയൊക്കെ കാര്യം ഭേദ. ശ്രീപരമേശ്വരന്റെ കാര്യം ആലോചിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ? കപാലുമായിട്ടായിരുന്നു നടക്കുക. ശിവന്റെ കഥയിൽ ഇങ്ങനെ എല്ലാവരും കർമ്മത്തിന് അധീനന്മാരാ. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് വളരെ ശ്രേയസ്സായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല, കർമ്മത്തിന്റെ വൈഭവം അറിയണമെങ്കിൽ ഞാൻ സാരം ചെറിയൊരു കഥ പറയാം. വല്ലാണ്ട് അധികം നേരമൊന്നും പറയില്ല കേട്ടോ. ഇതിപ്പോ ചെലുത്തണേന്റെ സമയ. വല്ലാണ്ട് നീട്ടിയാൽ അത് ആക്ഷേപം. ആവശ്യത്തിനേ പറയുള്ളൂ. ഓണ്ട കിഴിയാ മൂസ്. ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ ഉരുട്ട് മെഷി നോക്കിയിരിക്കാണ്ട്. മൂസന്റെ ഒരു പ്രകൃതി എന്താ? മൂസ് വളരെ കേമനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം അവിടെ സുഖമായിട്ട് കൂടുക.
അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു. വിവാഹം കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് സന്തതികളില്ലാണ്ടേ. അദ്ദേഹത്തിന് ആകെ വിഷമായി. അയ്യോ, ഇപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ ആളുകളോട് മുഴുവൻ ചോദിക്കാൻ പറ്റുമോ? എടോ, എനിക്കെന്താ സന്തതി ഇല്ലാണ്ടിരിക്കണേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ ആളുകൾ എന്താ പറയാ, തന്റെ ഉത്തരവാദിത്തം എന്നും പറയും. അതുകൊണ്ട് ഇത് അധികം ആളുകളോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിയനായിട്ട് ഒരാളോട് ചോദിച്ചു, എടോ എനിക്ക് സന്തതി ആവണില്ലടോ, എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? എടോ, അതൊക്കെ തന്റെ കർമ്മന്നേ പറയാനുള്ളൂ. താനൊരു കാര്യം, സൽക്കർമ്മങ്ങൾ നല്ലോണം അനുഷ്ഠിക്കുക, മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? സന്തതികൾ ഉണ്ടാവും, സന്താനങ്ങൾ ഉണ്ടാവും. അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. ആദ്യം പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താ? ഏത് കുട്ടിയെ പ്രസവിച്ചു എന്ന് അതിന്റെ അർത്ഥം പെൺകുട്ടിയെ. അതുകൊണ്ടാണ് പ്രസവിച്ചു എന്ന് പറയുന്നത്. ആൺകുട്ടി ആയാലും എന്താ പറയാ? ഉണ്ണി ഉണ്ടായി എന്നാ പറയാ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസേ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോ മൂസിന് സന്തോഷമായി. എന്താ, ഇത് പ്രസവിക്കുന്ന ഉറപ്പായി. ഇത്രയും നാള് നിരീക്ഷത് പ്രസവിക്കില്ല എന്ന്, അതിപ്പോ പ്രസവിക്കുന്ന ഉറപ്പായി. അങ്ങനെ ഒന്നാമത്തെ ഗർഭം ഉണ്ടായി. രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടാവണം, ഉണ്ണി ഉണ്ടാവണം, നല്ല മോഹം ഉണ്ടായി. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെന്താന്ന് പറയുന്നില്ല, അതൊക്കെ ആലോചിച്ച് നോക്കിക്കോളാം. അതൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തേതും ഒരു പ്രസവമായി. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതും ഒരു പെൺകുട്ടി. മൂന്നാമത്തേത് പ്രസവിച്ചു. അപ്പോഴെന്താ ഉണ്ടായത്? ഈ രണ്ടാളുകൾക്കും കൂടി ഒരു അനിയത്തി, അതും ഒരു പെൺകുട്ടി. അങ്ങനെ പെൺകുട്ടികൾ ധാരാളം അദ്ദേഹത്തിന് ഇല്ലത്തായി എന്ന് മാത്രമല്ല, അവർക്കിടാൻ പേരിന് ക്ഷാമായി. ആദ്യം താത്രീന്ന് വിളിച്ചു, ചില കുട്ടികളെ ഇട്ടിത്താത്രീന്ന് വിളിച്ചു, കുറച്ച് ആളുകളെ നങ്ങേലിന്ന് വിളിച്ചു, ചില ആളുകളെ നങ്ങയ്യ എന്ന് വിളിച്ചു. ആ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ തരതരായിട്ട് വർധനവായി. കുറച്ച് കഴിഞ്ഞപ്പോഴോ കുഞ്ഞെന്ന് വിളിക്കാൻ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴോ കുഞ്ഞൂഞ്ഞെന്ന് വിളിക്കാൻ തുടങ്ങി. അതിനൊരു പേര് ഇപ്പൊ കേൾക്കാല്ലേ, കുഞ്ഞൂഞ്ഞ്. അങ്ങനെ പല പേരുകളുമായി. ഈ ഇദ്ദേഹത്തിന് ഉത്സാഹത്തിന് കുറവൊന്നുമില്ല, സന്താനങ്ങൾ നല്ലോണം ഉണ്ടാവുന്നുണ്ട്, പേരില്ലാണ്ടേ. അപ്പൊ എന്തുണ്ടായത്? വിളിക്കാൻ പറ്റിയ ചില പേരുകൾ ഇട്ടു. ഇപ്പൊ പേരിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം അല്ലേ? എന്തെങ്കിലുമൊക്കെ പാത്രം വീണ ശബ്ദത്തിലാ പേരുണ്ടാവുക. എന്താ പേര്? അത്രേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം, അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം. അച്ഛന്റെ പേരെന്താ? നാരായണൻ. അമ്മയുടെ പേരെന്താ? യമുന. അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. അമ്മയുടെ പേരെന്താ? മീര. ഇങ്ങനെയാണ് ഇവിടെ പേരുണ്ടാവുന്നത്. ഇവിടെ പേരില്ലാന്ന് മാത്രല്ല, ഓരോ പേരുകൾ ഇടാൻ തുടങ്ങി. എന്തൊക്കെയാണ്? വീട്ടില് ഉള്ള എളുപ്പമായിട്ടുള്ള സാധനങ്ങളുടെ പേര്. ചില കുട്ടികൾക്ക് എന്താ പേര്? ചെരവ, ചെറവിന് ആട്ടുകല്ല്, ചില അമ്മിക്കല്ല്, പിച്ചാത്തി. ഇങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ ഇട്ട് തുടങ്ങിയെന്ന് മാത്രല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവസാനായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായി. ആൺകുട്ടി ഉണ്ടായെന്ന് മാത്രമല്ല, മൂസിന് അതിന് നോക്കേണ്ട ഭാരമൊന്നുമില്ല. എന്താ? അനവധി സഹോദരിമാരുണ്ട്. അവരെല്ലാവരും കൂടെ അതിനെ നോക്കും, പരിപാലിക്കും, ലാളിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അതാ നല്ലൊരു ഉണ്ണി ഉണ്ടായി. എന്താ അതിന്റെ ഒരു ഭംഗി നോക്കൂ. ബ്രഹ്മസൃഷ്ടി നന്നാവണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവണം. അതിലൊരു ഐശ്വര്യം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഉണ്ണി ഉണ്ടായെന്ന് മാത്രമല്ല, ഈ സഹോദരിമാർ അവരോടുകൂടെ എല്ലാവരോടും കൂടെ ഇല്ലത്തിന്റെ പുറമളപ്പില് ഒരു പ്രദേശമുണ്ട്. അവിടെ എല്ലാവരും കളിക്കാൻ പോകാൻ തുടങ്ങി. നോക്കിയപ്പോഴാണ് അവിടെ ഒരു കിണറുണ്ട്. അത് ഉപയോഗത്തിലുള്ളതൊന്നുമല്ല. ആദ്യം ഒരുത്തി അതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അതിൽ നിഴല് കാണാൻ പറ്റും, പ്രതിബിംബം. എടീ, ഇതിലെന്റെ കണ്ണ് കാണാനുണ്ട്. ഇപ്പോഴാ മറ്റുള്ള നോക്കിയത്. എടീ, നിന്റെ കണ്ണല്ലേ കണ്ടുള്ളൂ, എന്റെ മൂക്കും കൂടെ കാണാനുണ്ട്. എടീ, നിന്റെ മൂക്കല്ലേ കണ്ടുള്ളൂ, ഞാൻ നാവ് പുറത്തേക്കിട്ടപ്പോ എന്റെ നാക്കും കൂടെ കാണാനുണ്ട്. ഇതെല്ലാം കാണാനുണ്ട്. അങ്ങനെ ഓരോരുത്തരും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഉണ്ണി, ചെറിയ ഉണ്ണി, അതിന്റെ മീതെ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ മീതെ കയറി നിന്നു മാത്രല്ല, കീഴ്പ്പെട്ട് നോക്കി. അതോടുകൂടെ ചാടപാട ഉണ്ണി അങ്ങോട്ട് താഴോട്ട് വീഴുകയും ചെയ്തു. ആ അനവധി ക്ലേശം സഹിച്ച് പ്രതീക്ഷിച്ചും കൊണ്ടുണ്ടായ ഉണ്ണി ഒരു നിമിഷം കൊണ്ട് വീണ് മരിച്ചു. സിദ്ധി കൂടെ ഉണ്ടായത്. ഇതിനാണ് കർമ്മം എന്ന് പറയണത്. അങ്ങനെയുള്ള കർമ്മത്തെ ഞാൻ നമസ്കരിക്കണു. ഇനി ഇതൊന്നും പറയണ്ട, എന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ എങ്ങനെ സുഖമായിട്ട് കൂടിയിരുന്ന ആളാ. ഇത്രേ സമൃദ്ധി ഉണ്ടായിട്ട് എന്നെ പോലെ ഒരാളും ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വരേണ്ട ഒരവസ്ഥ വന്നൂലോ എന്നാ ഞാൻ ഇരിക്കണത്. അതെന്താ? ഞാൻ എന്റെ ഇല്ലത്ത് സുഖമായിട്ട് കൂടുക.
ഇല്ലത്തെ സുഖം എന്ന് പറഞ്ഞാൽ പരമാനന്ദം എന്നേ പറയാനുള്ള ഐശ്വര്യായിട്ട് വളരെ സമൃദ്ധിയായിട്ട് എന്റെ ഇല്ലത്ത് ഞാൻ അങ്ങനെ കൂടെ നേരത്തെ അസ്മാദികൾ എല്ലാവരും എന്റെ ഗൃഹത്തിൽ വന്നത് എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും. ഇതെല്ലാവരും മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ട്. എല്ലാവർക്കും ഈ ആവരണം ഉണ്ടാവുകയും ഇതുള്ളതുകൊണ്ട് ഇത് ഏതാണെന്ന് മനസ്സിലാവില്ല. കുറച്ച് നാളൊക്കെ മുഖം മറിച്ചിട്ടായിരുന്നു നടന്നിരുന്നത്, ഇപ്പോ ദേഹം തന്നെ മറിച്ച് തുടങ്ങിയില്ല. ഇതിലെന്തോ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത് കുറച്ചെണ്ണം എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ്? എലിവാലൂശി, ചേരവാലൂശി, കടവത്ത് കല്ലൂശി, മോർപ്പാള കേശവൻ, വിഡ്ഢി, വിഡ്ഢം വിഴുങ്ങി, ഐക്കോൽമ കാക്ക, തൂണങ്കൽ കൽപ്പട, എല്ലാവരും ഉണ്ട്. ഹിരണ്യൻ, പ്രജാപതി, എല്ലാവരും ഉണ്ട്. എനിക്ക് അവരെ കണ്ടപ്പോ ഒരു വിഷമുണ്ടായി. എന്താ? എനിക്ക് എന്താ വെച്ചാൽ ഒരു അസുഖമുണ്ട്. എന്താ വെച്ചാൽ ആളുകളെ കണ്ടാൽ എനിക്ക് അഭിമുഖീകരിക്കാൻ വയ്യ. അങ്ങനെ ചില ആളുകളില്ലേ, ആളുകളെ കണ്ടപ്പോഴും ഇത് എന്തിനാ മനസ്സിലാവില്ല. അതെ അഭിധാന ഓർഡർ കണ്ടില്ലേ? അതെന്താ? ആളുകൾ അനവധി വരുന്ന കണ്ടാൽ അവരെ അഭിമുഖീകരിക്കാൻ വയ്യാണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ? ഓടും. എന്നിട്ട് ഗൃഹത്തിലെ ആളുകളോട് പറയും, അവര് ചോദിച്ചാ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് ഒരു അവസ്ഥ, അതൊരു അസുഖത്തിന്റെ അവസ്ഥ. എനിക്ക് അങ്ങനെ ചിലതൊക്കെ ഉണ്ടായി. എനിക്ക് സ്വതേ ഉണ്ട് ഇങ്ങനെയുള്ളതേ. ഞാൻ അങ്ങനെ ഇരുന്നു. എല്ലാവരും വന്നു എന്ന് മാത്രമല്ല, അവരെല്ലാവരും എന്റെ മുന്നിൽ വന്ന് തൊഴുത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഏട്ടകള് എന്നെ കാണാൻ വന്നതല്ലേ, അപ്പൊ ഞാൻ എന്റെ അഹങ്കാരം ഒന്ന് അങ്ങോട്ട് കൂട്ടാം. ഞാൻ ഞെളിഞ്ഞും കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് എന്താ എല്ലാവരും എന്നെ കാണാൻ പുറപ്പെട്ടത്? സ്വതേ അവരാരും എന്നെ കാണാൻ വരാറില്ല. അവരെന്നെ ഒരു മൂർഖനായിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. മൂർഖനോ? മൂർഖൻ എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ്. ഇവിടെ ഉണ്ടത് ചില ദിക്കിലേക്കൊക്കെ പോയാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? പാമ്പ്. മൂർഖൻ എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നല്ല കേട്ടോ. മൂർഖൻ എന്നുള്ള വാക്കിനർത്ഥം എന്താ? പൊട്ടൻ. അങ്ങനെ പറയാൻ വയ്യ. എന്താ? അങ്ങനെ ഒരാളെയും സംബോധന ചെയ്യരുത്. അതെന്താ? അതൊരവസ്ഥയാ. ആ അവസ്ഥയെ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ചൂഷണായിട്ട് പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ലേ. സ്വതേ ഈ മൂർഖനാവണം എന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം. ഇതൊക്കെയാത്: ഗച്ഛാമി, ഹസന്ന വച്മി, ദത്തന്ന ശോചാമി, കൃതം സ്മരാമി, ദ്വയോത്രയോ ന ഭവാമി രാജൻ. ഇങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട്. ആദ്യത്തെ മൂർഖനായുള്ള ലക്ഷണം എന്താ? ഖാതന്ന ഗച്ഛാമി. അങ്ങനെ പറഞ്ഞാൽ എന്താ? നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് മൂർഖന്മാരുടെ ലക്ഷണം. ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും. അത് കിട്ടിയാലോ ഇത് നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് നന്നല്ല. ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം. ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അത് കഴിച്ചാൽ വേഗത്തിൽ മേപ്പട്ടേക്ക് പോവാം. എന്താ പേര്? കുഴി. അത് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? വലിയ താമസം ഇല്ലാണ്ട് കുഴിയിൽ കിടക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുക, അതിനാണ് ഖാതന്നഗച്ഛാമി. ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുക, അത് അവരുടെ ലക്ഷണം. പിന്നെ എന്താ ഉള്ളത്? ഹസന്ന വച്മി. ചിരിച്ചുകൊണ്ട് വർത്താനം പറയാ. ഇവിടെ അതേ ഉള്ളൂ എന്നാ തോന്നണത്. സത്യമായിട്ട് നിങ്ങൾ ചികിത്സ പഠിക്കാനായിട്ട് പുറപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളെ ചികിത്സിക്കാനായിട്ട് വന്നു ഏതാന്ന് എനിക്കിപ്പോ മനസ്സിലാവില്ല. ചിരിച്ചോണ്ട് വർത്താനം പറയാന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചിരിക്കാം. അത് തന്നെ തന്റെ കാര്യം തന്നെയാ പറയുന്നത്. ഓ, താൻ എവിടെയായിരുന്നു? അല്ലേ? താൻ എവിടെയായിരുന്നു? ചിരിക്കാണ്ടിരിക്കുക. തന്നെ ഞാൻ കണ്ടില്ല. താൻ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എടാ, താൻ എവിടെയായിരുന്നു? ചിരിക്കാണ്ട് പറയാ. അമ്മാതോ? അവിടെ എന്താ വിശേഷം? അവിടെ എന്താന്ന് പറയാ? എടോ, വിശേഷം എന്താന്ന് പറയാ? എടോ, വിശേഷം എന്താന്ന് പറയാ? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കണേന് ഇത്ര ചിരിച്ചു പറയാൻ? ഇത് കേട്ടാ തന്നെ അച്ഛൻ മരിക്കും. ഇതാണ് ചിരിച്ചോണ്ട് വർത്താനം പറയാം. അതാണ് ഹസന്ന വച്മി. പിന്നെ എന്താ?
തന്ന ശോചാമി എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് പറഞ്ഞോണ്ടിരിക്കുക. ഓ പറയൂട്ടോ, ഞാനിത് പോയിട്ട് ചെയ്തു കേട്ടോ. ഞാനിതിപ്പോ പോയത് നേരെയാക്കിയത് കണ്ടില്ലേ? കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. ഞാൻ നേരത്തെ നേരെയാക്കിയത് കണ്ടില്ലേ? ഇതാണ് അത് പറഞ്ഞോണ്ടിരിക്കുക. പിന്നെന്താ, ഒന്നോ രണ്ടോ ആളുകൾ വർത്താനം പറയണതിന്റെ ഇടയിൽ പോയി നിൽക്കുക കേട്ടോ. ഇതും അവരുടെ ലക്ഷണം. അതെന്താ അങ്ങനെ നോക്കാനുള്ള കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. എന്താ, അവനോന്റെ സ്വത്വത്തെ പറ്റി ചിന്തിക്കാതെ കണ്ടിരുന്ന് മറ്റുള്ള ആളുകൾ എന്താണോ പറയണത് അത് നോക്കാനുള്ള ഉത്സാഹം എപ്പോഴാണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുക. അതിനാണ് അങ്ങനെ പറയണത്. അങ്ങനെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ചിരിച്ചുകൊണ്ട് വർത്താനം പറയുക, ഇങ്ങനെയുള്ള എന്ത് ചെയ്താലും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ ആളുകൾ വർത്താനം പറയുക, അതിന്റെ ഇടയിൽ പോയി നിൽക്കുക. ഇനി അത് മാത്രല്ല, വേറെ കുറച്ചും കൂടി ഉണ്ട്. എന്താ, കാക്കയുടെ പല്ലുണ്ട്. കാക്കയുടെ പല്ലുണ്ട്. ആ കാക്കയല്ല കേട്ടോ. കാക്കാന്ന് പറഞ്ഞ ഇങ്ങടൊക്കെ ഒന്ന് പറഞ്ഞ അർത്ഥം മാറും. കാക്കാന്ന് പറഞ്ഞാൽ കറുത്തിട്ടുള്ള ജന്തു. ഇപ്പൊ കറുപ്പിന്റെ കാര്യമൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യം. കറുപ്പ് കാക്കാന്നൊക്കെ പറഞ്ഞ അപകടമാവും. ഈ കാക്കയുടെ പല്ലുണ്ട്. നോക്ക നല്ലൊരു കാക്കയുണ്ട്.